ഹലോ ഗൈസ്, നിങ്ങളെൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ടൊരു റിക്വസ്റ്റ് ഉണ്ട്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ. നമുക്ക് വിഷയം അഹാന ആണ്. അഹാന കൃഷ്ണയെ വിശ്വസിക്കരുത് എന്ന് നമ്മൾ തൻവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻവിയോട് ഞാൻ മാത്രമല്ല, തൻവി ഒരു പോസ്റ്റ് ഇട്ട് എൻ്റെ താഴെ വന്ന ഒരുപാട് കമൻറ്റിൽ തൻവിക്ക് വന്ന കമൻറ്റിൻ്റെ മെജോറിറ്റി കമൻറ്റിൻ്റെയും സാരാംശം ഇതായിരുന്നു: അവറ്റകളെ വിശ്വസിക്കരുത്, അവറ്റകളെ വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യരുത് എന്നുള്ളതായിരുന്നു. എന്താണ് പറഞ്ഞത്, തൻവിയോട് എന്തു പറഞ്ഞു എന്നുള്ളത് അറിയത്തില്ല. തൻവി ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു: നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കൂ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിവിടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, എനിക്ക് വ്ളോഗിങ്ങിനൊന്നും സമയമില്ല, അതുകൊണ്ട് ഞാൻ അവരുമായിട്ട് മുൻപോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ആ വീഡിയോ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഹാനയുടെ ഒരു പോസ്റ്റ് കാണാൻ ഞാനിടയായി. എനിക്ക് ഈ പെണ്ണിൻ്റെ ഒരു അറഗൻസ് ലെവലുണ്ടല്ലോ, വെച്ച് ഇടിച്ചു കൊടുക്കാനാണ് തോന്നുന്നത്. എന്തൊരു അഹങ്കാരിയാണെന്ന് നോക്കിയാണ്, എന്തൊരു അഹങ്കാരിയാണ്. തൻവി ഇട്ടിരിക്കുന്ന മെസ്സേജ് ഇതായിരുന്നു: വി ഹാവ് ഡിസൈഡഡ് ടു ടോക്ക് തിങ്സ് ത്രൂ ദ ഫാമിലി ആൻഡ് ക്ലാരിറ്റി ദ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ബോത്ത് മീ ആൻഡ് അഹാന വിൽ ടേക്ക് ഡൗൺ ദ വീഡിയോസ് ആൻഡ് ടേക്ക് ഇറ്റ് ഔട്ട് എന്ന്. ടോക്ക് ഇറ്റ് ഔട്ട് എന്ന് വെച്ചാൽ അവർ തമ്മിൽ സംസാരിച്ച് തീർക്കും എന്നുള്ളതാണ്. അത് ഓക്കെ. അതിന് ഇവൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു ഇത് നോക്കിയാണ്, അഹാനയുടെ അഹങ്കാരത്തിൻ്റെ മുഖം അതിനകത്തുണ്ട്. Family members discussed with Tanvi and made her understand that social media was never the place for her to put out family issues. തൻവിയെ എല്ലാവരോടും പറഞ്ഞങ്ങ് മനസ്സിലായോ എന്ന് വെച്ചാൽ അവളുടെ ഫാമിലി ഇഷ്യൂ ഇടാനുള്ള സ്ഥലമല്ല എന്ന് തൻവി എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കിയെന്ന്. ഇവർക്ക് നിൽക്കുന്നതും മുള്ളുന്നതും നടക്കുന്നതും ജെട്ടിയിട്ടുകൊണ്ട് കുളിക്കുന്നതും ഒക്കെ ഇടാം, കുഴപ്പമില്ല. ഇവളുടെ അനിയത്തി കുട്ടിയെ മുറിക്കകത്ത് ചൂട് കാരണം ഉടുപ്പൂരിയിട്ട് കാലും ആട്ടി മിൽമയും കാണിച്ചുകൊണ്ടിടാം, അതൊന്നും കുഴപ്പമില്ല. തൻവി വീഡിയോ ഇടരുത് എന്നുള്ളത് എങ്ങനെയുണ്ട്? ഷീ എഗ്രീഡ് ടു ഡിലീറ്റ് ഹർ വീഡിയോസ് ഇഫ് ഐ ആൾസോ എഗ്രീഡ് ടു ടേക്ക് ഡൗൺ മൈ വീഡിയോ. അവളും സമ്മതിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇവളും ഡിലീറ്റ് ചെയ്യും, അവളും ഡിലീറ്റ് ചെയ്യുമെന്ന് രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം സമ്മതിച്ചു വന്നു. ഐ ഹാവ് ടേക്കൺ ഡൗൺ മൈ വീഡിയോ. ഓ, എന്തോ സൗജന്യം ചെയ്തതാണ് ടേക്കൺ ഡൗൺ ചെയ്തിട്ട്. Even in my video, I had stated that I was anyways going to remove my video within 1 week at the most. അടുത്തതാണ് അവളുടെ ഏറ്റവും വൃത്തികെട്ട ആ വേർഡ്. നോക്കിക്കോണം. അങ്ങനെയാണെങ്കിൽ പോലും, ഇങ്ങനെ ഒരു കോംപ്രമൈസ് ആയെങ്കിൽ പോലും, ഞാൻ എൻ്റെ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1 വീക്ക് സമയത്തേക്ക് മാത്രമേ ഈ വീഡിയോ അവിടെ ഇടുകയുള്ളൂ, അതിനുശേഷം ഞാനത് ഡിലീറ്റ് ചെയ്യുമെന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു. അതിനിടെ ഒരു ആഴ്ച വരെ ആ സാധനം അവിടെ ഇട്ടേക്കുന്ന നിൻ്റെ അമ്മച്ചിക്ക് കാണാനാ? അത് നാട്ടുകാർക്ക് തൻവിയെ എടുത്ത് വെച്ച് ഉടുക്കാനുള്ള അവസരം കൊടുത്തതാ? അത് നിൻ്റെ അമ്മമ്മയെ എടുത്ത് ഏറി കയറ്റാനുള്ള അവസരം കൊടുത്തതാ? നിനക്ക് അത്രയും വൾഗറായിട്ട് കുടുംബത്തിനെ പറ്റി വൾഗാരിറ്റി പ്രദർശിപ്പിക്കാൻ പറയാൻ കുഴപ്പമില്ല. ആ കൊച്ചു ചെയ്താണ് കുഴപ്പം. എങ്ങനെയുണ്ട്? എന്തൊരു അഹങ്കാരം പിടിച്ച പെണ്ണാണെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഐ വാസ് നെവർ ദ വൺ ഹൂ സ്റ്റാർട്ടഡ് ദിസ് സർക്കസ്. അവളല്ല ഈ സർക്കസ് തുടങ്ങി വെച്ചതെന്ന്. തൻവിയുടെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. നീ തന്നെയാണ് ഇത് തുടങ്ങിയത്, തൻവിയല്ല തുടങ്ങിയത്. തൻവി നാട്ടിലേക്ക് വരുന്ന കാര്യം വിട്ടു. അവൾ ഫാമിലി വ്ലോഗ് ചെയ്യുന്നതാണ്. നിനക്ക് ബാലിയിൽ പോകുന്നത്, നിൻ്റെ അമ്മയും അച്ഛനും ഊഞ്ഞാലിരുന്ന് ആട്ടിപ്പറക്കുന്നത്, തുണി പൊങ്ങുന്നത് ഒക്കെ എടുത്തിടാം. അരയും കുറയും ജെട്ടിയും പാടിയും ഇട്ടുകൊണ്ട് നിൽക്കുന്നതൊക്കെ എടുത്തിടാമെങ്കിൽ ആ കൊച്ചിന് ഇട്ടൂടെ? അത് പോകുന്നതും വരുന്നതിൻ്റെ കാര്യം ഇട്ടൂടെ? നീ അങ്ങോട്ട് തിരിഞ്ഞ വീഡിയോ ഇടും, ഇങ്ങോട്ട് തിരിഞ്ഞ വീഡിയോ ഇടും, നീ TV എടുത്ത വീഡിയോ ഇടും, വണ്ടി എടുത്ത വീഡിയോ ഇടും, ചിക്കൻ കറി വെച്ച വീഡിയോ ഇടും, എല്ലാത്തിനും വീഡിയോ ഇടുന്ന നിനക്ക് എന്ത് അവകാശമാണ് ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് അത് ചെയ്യരുതെന്ന് പറയാൻ? അപ്പോൾ ഇവൾ എന്തുമാത്രം വിഷമാണെന്ന് ആലോചിച്ച് നോക്കിയാണ്. ആ കുടുംബത്തിലെ ഏറ്റവും വലിയ വിഷമാണ് അഹാന എന്നാണ് ചുരുക്കം. I was never the one started circus. My video was just a response to something she should never have started off. അവൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു മറുപടി മാത്രമായിരുന്നു അതെന്നാ പറയണേ. സ്വയം പൊങ്ങി എന്ന് പറഞ്ഞ ചപ്പാതി. We truly hope Tanvi stands by her word and never brings family issue into social media for person again. എൻ്റെ പൊന്നു മോളെ, ഇച്ചിരി പൂല തീട്ടത്തിൽ ചൂല് മുക്കി ആ കൊച്ചിൻ്റെ ചെവിടത്ത് അടിക്കുന്നതിന് തുല്യമാണ് ഈ ഒരൊറ്റ കമൻറ്റ്. അത് അവളുടെ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ടാണ് അവൾ ഈ വീഡിയോ ചെയ്തത് എന്ന് അങ്ങ് ഫുൾ സ്റ്റോപ്പ് വയ്ക്കുകയാണ്. ഇനി മേലിൽ അവളിത് ചെയ്യരുത് എന്നും കൂടെ ഒരു ഫുൾ സ്റ്റോപ്പ്.
എങ്ങനെയുണ്ട്? എച്ചാതി സാധനമാണെന്ന് ആലോചിച്ച് നോക്കണേ. മനുഷ്യപ്പറ്റില്ലാത്ത ഒരു മൃഗം, അതാണ് ഈ സ്ത്രീ. മനുഷ്യപ്പറ്റില്ലാത്തൊരു മൃഗം. ഇപ്പം ഏകദേശം ഇനി ബാക്കിയൊന്നും വേണ്ട. ഈ ഒരൊറ്റ സാധനത്തിൽ തെളിയുന്നതാണ് അഹാന എന്ന വൃത്തികെട്ട പെണ്ണ് എത്രത്തോളം ക്രൂവൽ മെൻറ്റാലിറ്റി ഉള്ളവളാണെന്ന്. തൻവി എത്രത്തോളം ഒറ്റപ്പെടലും അപമാനവും അവിടെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. തൻവി എന്നെ കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ തൻവി സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നീ തനിച്ച് ചവിട്ടി കയറിയതാണ് ഇവിടം വരെ. നീ വിട്ട വീഡിയോയിൽ നിനക്ക് അല്പമെങ്കിലും സെൻസ്യൂരിറ്റി ഉണ്ടെങ്കിൽ പബ്ലിക് ആക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതെടുത്തോണ്ട് എത്രയോ പേര് പോയി. ഇനി അതിനൊക്കെ താരം എടുക്കാനൊന്നും മിച്ചമില്ല. പക്ഷെ നീ അത് ഡൗൺ ചെയ്ത് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നീ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിന്റെ തോൽവിയാണ് അവിടെയെന്ന് ഞാൻ പറയും. അതിലും അങ്ങനെ തോറ്റ് ഇവർക്കൊക്കെ ജയിക്കാൻ വേണ്ടി നീ നിന്ന് കൊടുക്കേണ്ട കാര്യമുണ്ട്. നീ നേരത്തെ പറഞ്ഞതുപോലെ നീ ഒറ്റയ്ക്കാണ്, നിന്നെ ഒറ്റപ്പെടുത്തിയതാണ്, എല്ലാവരും ഒറ്റപ്പെടുത്തിയത്. നിൻ്റെ ഉള്ളിൽ ആ നന്മ കാണാൻ ഇവരാരും തയ്യാറല്ല. ഇവരൊക്കെ സെലിബ്രിറ്റി നെപ്പോ കിഡ്സാണ്. നീ തനിച്ച് വഴിവെട്ടി വന്നവളാണ്. നീയും അവരും തമ്മിൽ രാത്രിയും പകലും വ്യത്യാസമുണ്ട്. നിനക്ക് നല്ല ഓഫറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരെക്കാൾ എത്രയോ ഉയരെ എത്തേണ്ട പെണ്ണാണ് നീ. അത്രയും ഇതുള്ള ആംബിയറുള്ള പെണ്ണിനെ ഇങ്ങനെ ചവിട്ടിത്താക്കാൻ നിൻ്റെ അമ്മ ഉൾപ്പെട്ട സംഘം നിൽക്കുന്നുണ്ടെങ്കിൽ നീ എന്തുമാത്രം മെൻ്റൽ ട്രോമയിൽ കൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. എനിക്ക് ഇവളുടെ ആ പറയുന്ന ആ സംഗതി ഉണ്ടല്ലേ, ഇവളെ കെട്ടാനിരിക്കുന്ന ആ ചെറുക്കൻ കഷ്ടമുള്ള ചെറുക്കാൻ, നീ ഓടി രക്ഷപ്പെടാൻ നോക്ക്. എനിക്ക് നഷ്ടങ്ങളേ കൊണ്ടുതരുള്ളൂ. യജാതി സാധനം. ഇനി നമുക്ക് നമ്മുടെ ചേച്ചി അമ്മ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്, ഒരു അഹാന കൃഷ്ണയുടെ ഒരു പോസ്റ്റിനകത്ത് ഷിന്ദു അമ്മ കൊച്ചിനെ എടുത്ത് ഉമ്മം വെച്ചുകൊണ്ടിരിക്കുന്നത്, അഹാനയാണ് ഉമ്മം വെച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മു, I am really sorry for all the hate you are receiving on social media just for being there to support me and protecting me from my close ones who choose to backstab me for their personal gains. എന്ന് വെച്ചാൽ ഈ പെണ്ണിനെ തന്നെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അവരുടെ ക്ലോസ് ഓൺസ് ആയിട്ടുള്ള ആൾക്കാർ, കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ പിന്നിൽ നിന്ന് കുത്തി സ്വന്തം സന്തോഷത്തിന് വേണ്ടി പിന്നിൽ നിന്ന് കുത്തിയ ആൾക്കാർക്ക് വേണ്ടി നീ സ്വയം ഇങ്ങനെ ഇട്ടുകൊടുത്ത് ആളുകൾക്കിടയിൽ കിടന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറ്റാക്ക് നേരിടുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എൻ്റെ പൊന്നു മോളെ, ചക്കറ മോളെ എന്നാണ് ആ എഴുതിയതിൻ്റെ അർത്ഥം. ഇനി ഇപ്പുറത്തൊരെണ്ണമുണ്ട്, യു ഡിഡ് നോ റോങ്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദ യൂണിവേഴ്സ് നോസ് ഇറ്റ്. ഏത് യൂണിവേഴ്സ്? നിൻ്റെയൊക്കെ പോലുള്ള കുറേ അലവലാദികളുടെ യൂണിവേഴ്സ് ആയിരിക്കും നോസ് ഇറ്റ്. ആൻഡ് സോ ഡസ് യുവർ ക്ലോസ് ഓൺസ്. അവരുടെ ക്ലോസ് ഓൺ, അത് ശരിയാണ്. അവരുടെ കൂട്ടുകാരൊക്കെ, അവരുടെ അതേ കാറ്റഗറിയിലുള്ള കൂട്ടുകാർക്കൊക്കെ അത് ഓക്കെ ആയിരിക്കും. ഒബ്വിയസ്ലി ഓക്കെ. സോ ലെറ്റ് ദ ഹേറ്റേഴ്സ് സ്പീക്ക്. എന്ന് വെച്ചാൽ നിന്നെ വെറുക്കുന്നവർ സംസാരിക്കട്ടെ എന്ന്. അഹാന കൃഷ്ണയുടെ അടുത്ത് ഇന്നവരെ ഞാനൊരു ഒബ്ജക്ഷൻ പറഞ്ഞിട്ടില്ല. ഇന്നവരെ ഒരു വീഡിയോ അഹാനയ്ക്ക് എഗൻസ്റ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഇൻഫാക്റ്റ് ഓസിയെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഓസിയുടെ അരകുറ തുണിക്ക് ഞാൻ എപ്പോഴും ഓസിയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അഹാനെ ഇന്നവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആ കുടുംബത്തിലെ ഞാൻ ഏറ്റവും വെറുക്കുന്ന സ്ത്രീ അഹാനയാണ്. ഇത്രയും റൂഡായ, ഇത്രയും ക്രൂവൽ മൈൻഡുള്ള വേറൊരാളില്ല. താൻ എന്തോ ഒരു സംഭവമാണെന്നങ്ങ് സ്വയം വിചാരിക്കുകയാണ്. ഒരു പെണ്ണിന് വേണ്ടത് സെൽഫ് റെസ്പെക്റ്റാണ്. തീർച്ചയായിട്ടും സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫായിട്ടുള്ള റെസ്പെക്റ്റ്, എനിക്ക് തോന്നുന്ന റെസ്പെക്റ്റ്. എപ്പോഴാണ് നമുക്കത് ഉണ്ടാവുന്നതെന്നറിയാമോ? ഞാനെന്ന വ്യക്തി യാതൊരു കാരണവശാലും മറ്റൊരാളെ ഉപദ്രവിക്കില്ല, മറ്റൊരാൾക്ക് മോശമാകുന്ന രീതിയിൽ പ്രവർത്തിക്കില്ല, മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കില്ല എന്ന് തോന്നുന്നിടത്താണ് ആ സെൽഫ് റെസ്പെക്റ്റ് വരിക. അല്ലാതെ സ്വന്തം കാര്യലാഭം മാത്രം മുൻനിർത്തി ഞാനാണ് മികവുള്ളവൾ, മറ്റവരെല്ലാം കുറഞ്ഞവരെന്ന് പറയുന്നതിന് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയത്തില്ല. ആ രീതിയിൽ, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി റെലവൻറ്റ് ടോപ്പിക് എടുത്ത് സംസാരിക്കുന്നതും അതിനെതിരെ സംസാരിക്കുന്നതും പോലെ അല്ല. സ്വന്തം കുടുംബത്തിലെ ഒരു കുട്ടി, അച്ഛനും അമ്മയും ഇല്ലാത്തൊരു മകളെ ഒറ്റപ്പെടുത്താനും സൈബറിലേക്ക് ഇട്ടുകൊടുക്കാനും നീ ശ്രമിക്കുന്ന ശ്രമത്തിൽ കൂടെ നീ വീണ്ടും വീണ്ടും കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് അഹാനയോട് പറയാനുള്ളത്. തീർത്തും പരാജിതയായ ഒരു ലേഡി. നീ ഭയങ്കര പെർഫെക്റ്റ് മകളാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നീ ഒരു പെർഫെക്റ്റ് മദറല്ല, പെർഫെക്റ്റ് മകളല്ല, ഒരു പെർഫെക്റ്റ് സിസ്റ്റർ അല്ല, ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് അല്ല, ഒരു പെർഫെക്റ്റ് ഗ്രാൻഡ് ഡോട്ടർ അല്ല. നീ ഒന്നുമല്ല. യു ആർ ജസ്റ്റ് ഹിപ്പോക്രാറ്റ്, സെൽഫിഷ്, വളരെ സെൽഫിഷായ, അരഗൻ്റായ, ഹിപ്പോക്രാറ്റായ, ഇറിറ്റേറ്റിംഗ് ആയ ഒരു ലേഡിയാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്.
നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയുക. തൻവി എന്നെ കാണുന്നുണ്ടെങ്കിൽ ഓപ്പൺ ദാറ്റ് വീഡിയോ, വാട്ട് എവർ ഇറ്റ് മേ ബി, നീ അത് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്ത് തന്നെ ആയിരുന്നാലും ഫേസ് ചെയ്യും. തോറ്റു കൊടുക്കാതെ പെങ്കൊച്ചെ. നീ ഇങ്ങനെ ഇത്രയും നാൾ ചവിട്ടും തുപ്പും ആട്ടും തുപ്പും കേട്ടിട്ടുന്നില്ലേ? ഇവരെക്കാൾ ഉയർച്ചയിലേക്ക് നിനക്ക് നടന്നു കയറാൻ പറ്റും. ബിക്കോസ് യു ഹാവ് ദാറ്റ് ക്വാളിറ്റി. 100% നിങ്ങൾ ആ ക്വാളിറ്റി ഉള്ള പെണ്ണാണ്. അത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണിക്കാൻ പറ്റിയത്. പിന്നെ പലരും പറയുന്നത് പോലെ ഈ അമ്മയെ കൊണ്ട് പറയിച്ചു എന്ന്. അമ്മയ്ക്കും വേണ്ടേ നാവ്? അമ്മ എന്താ ഇവരുടെ കയ്യിൽ ബൊമ്മയാ? നിസ്സാര കാര്യമല്ലേ പറയുന്നുള്ളൂ. തുണി, ചാപ്പാട്, ഇതൊക്കെയല്ലേ പറയുന്നുള്ളൂ. നാണം കെട്ടൊരു കുടുംബം. ഛേ. താങ്ക് യു.